മാത്രമല്ല കലാപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടുന്ന ഒരു ജില്ല തന്നെയാണ് നമ്മുടെ മലപ്പുറം. മലപ്പുറത്തിന്റെ കൽബന്റെ കൽബായ മഞ്ചേരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ മിസ്സേ, അതാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡ് വരുന്നത്. അവിടെയാണ് നമ്മള് IGBT സ്റ്റാൻഡ് വരുന്നത്. ഇതിന്റെ രണ്ടിന് സെൻട്രലാണ് നമ്മളെ സൈലം വരുന്നത്. കൊള്ളാം. അപ്പം കുട്ടികൾക്ക് ഇപ്പൊ രാവിലെ സ്കൂളിലേക്ക് വരുന്നതിന് മുന്നേ ട്യൂഷൻ വരാനാണെങ്കിലും വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് ലേറ്റ് ആവും ട്യൂഷൻ വരാനാണെങ്കിലും എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ സെന്റർ. തീർച്ചയായിട്ടും ഈ പാരന്റ്സിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള സാധനം ഈസി ആക്സസിബിൾ ആണോ നോക്കാനാണ്. അത് ഏറ്റവും അനുയോജ്യമായ സെന്റർ തന്നെയാണ് നമ്മുടെ സൈലന്റ് സെന്റർ. അതെ, അപ്പൊ കുട്ടികൾക്ക് എത്രയും എന്താണ് ആക്സസിബിൾ ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അടുത്തുനിന്ന് മറ്റു സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അപ്പം ഏതൊക്കെ സ്ഥലത്ത് മഞ്ചേരി എത്തിങ്ങാന സ്കൂളുണ്ട്, ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, ഒരുപാട് സ്കൂളുകൾ വരുന്ന ഒരു എഡ്യൂക്കേഷൻ സെന്റർ തന്നെയാണ് നമ്മളെ ഈ മഞ്ചേരി എന്ന് പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് നമ്മളെ സെന്റർ കിടക്കുന്നത്. സോ എല്ലാ മക്കൾക്കും നമ്മളെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. സെന്റർ കണ്ടിട്ടുണ്ടോ? കിടിലൻ സെന്റർ ആണ്, അടിപൊളിയാണ്. കിടിലൻ ഫാക്കൽറ്റീസ് എല്ലാം അടിപൊളിയായിട്ടുള്ള സെന്റർ ആണ്. അത് പോയി നോക്കിയാലോ? നമുക്ക് അങ്ങോട്ട് പോയേക്കാം. സൈലത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്. അപ്പം ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ സ്ട്രെസ് ആണെങ്കിലും എന്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അത് നമ്മളെ കൂടെ നിന്ന് നമ്മളെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണോ അതേപോലെയാണ് അവിടെ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്. കുട്ടികളെ മാക്സിമം സ്ട്രെസ്ഡ് ആക്കാതെ അത്യാവശ്യം നല്ല ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് RDX എന്ന് പറഞ്ഞാൽ റേസ് ഡെയിലി വിത്ത് സൈലം. അതെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 1 വീക്കിൽ എപ്പോഴും നടക്കുന്ന ഒരു എക്സാമാണ്. ആ ഒരു എക്സാം എഴുതോടുകൂടി ലൈക്ക് എല്ലാ വീക്കും ഇങ്ങനെ നടക്കുമ്പം പേഴ്സണലി എനിക്ക് എന്തുണ്ട് നമ്മുടെ സെക്കൻഡ് ടേമിലെ എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സസും ഒക്കെ എൻഡിലായപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അഡ്മിഷൻ ടൈമിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടി, അതുപോലെ തന്നെ റിവിഷൻ മൊഡ്യൂൾസ് കിട്ടി, അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലോട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രീവിയസ് ഇയർ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയുക ഫുൾ ആ ഒരു അതേപോലെ തന്നെയായിരുന്നു എനിക്ക് എക്സാമിന് വന്നായിരുന്നത്. അതുപോലെ തന്നെ പഠിത്തം എന്ന് മാത്രമല്ല, എല്ലാ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ പഠിത്തം മാത്രം കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിൽ വരിക. അത് മാത്രമല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടും എല്ലാം അടിപൊളിയായിട്ട് തന്നെ സൈലം നമ്മളെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി സൈലത്തിന്റെ ട്യൂഷൻ സെന്ററിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ട്യൂഷൻ സെന്ററെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടുത്തെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി വിവേക് സാറിനോട് തന്നെ ചോദിക്കാം. അപ്പം എന്താണ് സൈലം മഞ്ചേരി ട്യൂഷൻ സെന്ററിൽ ഈ ഒരു ഫാമിലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാനുള്ള ബ്യൂട്ടി സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞ പോലെ തന്നെ സൈലം സെന്റർ എന്നല്ല ഞങ്ങൾ പലപ്പോഴും മഞ്ചേരി സെന്ററിനെ വിശേഷിപ്പിക്കാറ്. സൈലം ഫാമിലി തന്നെയാണ്. ആ ഫാമിലി ബോണ്ടിങ് തന്നെയാണ് സൈലം മഞ്ചേരിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇതൊരു ഫാമിലി പോലെ തന്നെയാണ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ചേരി സെന്ററിന്റെ സക്സസിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചിങ് ഇത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഇതിൽ 100% റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മഞ്ചേരി സൈലത്തിന്റെ. അപ്പം കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു ഫാക്കൽറ്റി, അവരുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ട്. കാരണം എക്സാം വരുമ്പോഴൊക്കെ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പം അതിൽ നിന്ന് അവരെ മറ്റുള്ള ടെൻഷൻസ് ഒക്കെ മാറ്റി അവരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഫസ്റ്റ് കുട്ടികളെ നോക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ കുട്ടികൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ RDX എക്സാം എന്ന് പറയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ സാർ? RDX എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരി സൈലത്തിന്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റേസ് ഡെയിലി വിത്ത് സൈലം എന്നാണ് ഞങ്ങൾ RDX എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് എന്നതിനപ്പുറത്തോട്ട് ലേണിംഗ് പ്ലസ് ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു ലെവലിലോട്ട് പഠനത്തെ മാറ്റുക. അതാണ് RDXന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് കൂടി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ RDX പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികളെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഓരോ ഗ്രൂപ്പിനും ഓരോ ടീച്ചേഴ്സിന് ചാർജ് കൊടുക്കും. വീക്കിലി നമ്മൾ പഠിപ്പിച്ച് തീർന്ന പോർഷൻസ് ആ വീക്കെൻഡിൽ ക്ലാസ്സുകൾ എക്സാംസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. ആ എക്സാംസിന്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രീമിയർ ലീഗ് ഗെയിമിലേക്ക് പോലെ പോയിന്റ് ടേബിൾ എല്ലാം വെച്ചിട്ട് കുട്ടികളെ മുമ്പിൽ പ്രദർശിപ്പിക്കും. എല്ലാ വീക്കിലും ടോപ്പ് സ്കോറേഴ്സിനെ, ടോപ്പ് ടീമിനെ, ടോപ്പ് മെന്ററെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് പ്രൈസ് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്കുള്ളിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ചെയ്യാണ്, ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അതിലൂടെ അവരുടെ ഒരു എഫിഷ്യൻസി കൂട്ടുക. അവരതിനെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു എൻജോയ് പോസിറ്റീവായിട്ട് എടുക്കും. പോസിറ്റീവായിട്ടുള്ള മത്സരം നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
അത് റിസൾട്ടിന് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് എക്സാം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ ആണ്, അല്ലെങ്കിൽ എന്നും എക്സാം ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇത് കുട്ടികളത് കോമ്പറ്റീഷൻ ആണ്, അതിന്റെ കൂടെ തന്നെ വീക്ക്ലി ആയിട്ടാണ് നടത്തുന്നത്. അപ്പം കുട്ടികൾ ആ ഒരു മെമ്മറി പവർ അത് കൂട്ടാനും പഠിച്ച് മറന്നു പോകുന്നതിന് മുന്നേ തന്നെ റീഗെയിൻ ചെയ്യാനുള്ള ആ ഒരു സ്പേസും കൂടെ നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായും. ഇനിയുള്ള ഈ ഒരു 2024ലേക്കുള്ള പ്ലാൻ ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ട്യൂഷൻ സെന്ററിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത വർഷത്തെ അക്കാഡമിക് പ്ലാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ SSLC അതുപോലെ +1 +2 CBSE ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ മാസത്തെയും പഠിപ്പിച്ചു തീർക്കുന്ന പോർഷനുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും പാരൻസിനെ നമ്മൾ വിളിച്ച് ഇവിടുന്ന് ഇന്ററാക്ട് ചെയ്യും, അവരുടെ പഠന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഇൻക്ലൂഡിങ് CBSE അടക്കം നമ്മൾ മെറ്റീരിയലുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ +1 ചേരാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് മലയാളം മീഡിയത്തിലൊക്കെയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് +1 NCERT കിടക്കുന്നതിന് മുന്നായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സൈലത്തിലെ എല്ലാ സെന്ററിലും പോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് വിടുമ്പോൾ പാരന്റ്സിന് ഒരുപാട് കൺസേൺസ് ഉണ്ടാകും. കാരണം ഒരു കുട്ടി ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നീട് എന്തൊക്കെ മാറ്റാൻ അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. അപ്പം ആ ഒരു കൺസേണിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അവരുടെ കൺസേൺ, ആ ടെൻഷൻസ് നമ്മൾ എങ്ങനെയാണ് മാറ്റി കൊടുക്കുക? സൈലം സെന്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അക്കാഡമിക് ഇയർ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് അതിന്റെ ടൈമിംഗ്, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള എക്സാംസ് എല്ലാം ഷെഡ്യൂൾഡ് ആണ്. ഇത് നമ്മൾ ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പാരന്റ്സിന് അത് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഓരോ മാസവും എക്സാംസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പാരന്റ്സിനെ നമ്മൾ സെന്റേഴ്സിലോട്ട് വിളിച്ചു വരുത്തും. പാരന്റ്സ് മീറ്റിംഗ് പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് അവരുടെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവർക്കും അതിൻ്റെതായ ഒരു ഡീറ്റെയിൽ പ്ലാൻ കിട്ടുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് രണ്ടാൾക്കും ആ ഒരു പ്ലാൻ കിട്ടും. തീർച്ചയായും അവർക്കും അറിയാം ഓരോ പോർഷൻസ് എപ്പോഴൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എപ്പോഴാണ് എക്സാം എന്നുള്ള. അവരെ സംബന്ധിച്ചും അവരുടെ അക്കാഡമിക് കലണ്ടർ കൃത്യമായിട്ട് അവരെ അത് കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി തുടങ്ങി അല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻസ് ഒക്കെ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടോ? അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. ഇനി വളരെ കുറച്ച് സീറ്റുകൾ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി +1 +2 ക്ലാസ്സുകളിലൊക്കെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. SSLC ആണെങ്കിലും കുറച്ച് സീറ്റുകൾ, SSLC ഇനി വളരെ കുറച്ച് സീറ്റുകളെ ബാക്കിയുള്ളൂ. അപ്പം എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ക്ലാസ്സസ് എപ്പോഴായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാസ്സുകളെല്ലാം നമ്മൾ April 1st വീക്കോട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പം അതിനെ പറ്റിയുള്ള വ്യക്തമായ പ്ലാൻ ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. സൈലത്തിലേക്ക് വരുന്ന കുട്ടികൾ ആ വരുന്ന പോലെയല്ല, പിന്നീട് അവരുടെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഓരോ ലെവലും അവർ പടിപടിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടുത്തെ സാർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം സൈലം മഞ്ചേരി ട്യൂഷൻ സെന്ററിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ താല്പര്യമുള്ളവർ, ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ പോകാം. സൈലത്തെ വിശ്വസിച്ച് നമ്മുടെ മഞ്ചേരി സെന്ററിലേക്ക് വരാം. അപ്പം വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.